എൽബീസ് കുളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓട്സ് കൊണ്ടുള്ള പായസമാണ്. അതായത് വളരെ ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്, എന്നാൽ ഈസിയാണ് ഉണ്ടാക്കാനും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നമുക്ക്. ഓട്സ് ഒത്തിരി പേര് കഴിക്കുന്നുണ്ട്, ഒരു വെറൈറ്റി നല്ലതാണ് എല്ലാവരും. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് ഓട്സ്, പിന്നെ തേങ്ങാപ്പാൽ വേണം, ഇത്രയും തേങ്ങ മതി. 1 കപ്പ്, ഈ അളവിൽ തന്നെയാണ് എടുക്കുന്നത്. 1 കപ്പ് പാൽ വേണം. പിന്നെ ശർക്കര, അത് ഞാൻ പാനിയാക്കിയിട്ടുണ്ട്. ശർക്കര പാനി ഒരു മധുരം കൂടുതൽ വേണമെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ പകുതി കപ്പ് മതിയാകും. പിന്നെ വെള്ളം, 2 കപ്പ് വെള്ളത്തിൽ ഈ ഓട്സ് വേവിക്കാം. ഓട്സ് ആദ്യം കുറച്ചൊരു നെയ്യ് ഒഴിച്ച്, ഒരു 1/2 സ്പൂൺ അല്ലെങ്കിൽ 1/4 സ്പൂൺ നെയ്യ് ഒഴിച്ച് ആ ഓട്സ് ഒന്ന് റോസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. പിന്നെ അതിനിടാനായിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത്, പിന്നെ ഉലുവ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ക്രഷ് ചെയ്യണം. അധികം പൊടി പാടില്ല, ക്രഷ് ചെയ്തിട്ട് അതിടണം. പിന്നെ കാഷ്യൂ, 2 ഏലക്ക, ഇത്രയും മാത്രം മതി. വേഗത്തിലുണ്ടാക്കാൻ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇത് 1 കപ്പ് ഓട്സ് എടുത്തിട്ട് കുറച്ചൊരു 1/4 സ്പൂൺ മതിയാകും, ഇല്ലെങ്കിൽ ഒരു 1/2 സ്പൂൺ നെയ്യ് മതിയാകും. അത് വന്നിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യണം. കാരണം അത് നല്ല നെയ്യിട്ട് കുറച്ച് ഇതാകുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് കിട്ടും. വേഗം സോഫ്റ്റായിരിക്കും. ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് അത് റോസ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കാം. ഒരു 2 കപ്പ് വെള്ളം മതിയാവും. 1 കപ്പ് ഓട്സിന് 2 കപ്പ് വെള്ളം, അതേ കപ്പിലെടുത്താൽ മതി. അത് ചൂടാകുമ്പോഴത്തേക്കും നമ്മുടെ ഇത് റോസ്റ്റായി കാണും. അത്രയും മതി, ഒത്തിരി ഇതാക്കണം, ഒന്നൊന്ന് ചൂടാക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് ഈ ഇത് അതിൽ റോസ്റ്റായി കഴിയുമ്പോൾ ഇതിലേക്ക് വെള്ളത്തിലേക്കിട്ട് 2 കപ്പ് വെള്ളത്തിൽ നല്ലപോലെ അത് തിളച്ച് കഴിയുമ്പം ഇതിട്ടിട്ട് ഒരു 3 മിനിറ്റ് വേവിച്ച മതിയാവും. ഇതൊരു 3-4 മിനിറ്റ് വേവിച്ചാൽ മതി. 3 മിനിറ്റായി. അതിൽ കുറച്ച് നമ്മൾ നേരത്തെ ഉലുവ ക്രഷ് ചെയ്ത് വെച്ചിരുന്നു, ഒരു 1/4 സ്പൂൺ ഉലുവയും കൂടെ ചേർക്കണം. അത് വെന്തിടും. അതിന് അത്ര വേവില്ല, വേഗം വെന്ത് കിട്ടും. ആ സമയത്ത് നമ്മൾ ഇവിടെ തേങ്ങ കൊത്തിയിട്ടിട്ടുണ്ട്. അതിൽ കാഷ്യൂ ഇടണം. 2 ഏലക്കായും ഇടിച്ചും ചേർത്താൽ മതി. കുറച്ചൊന്ന് ബ്രൗണാകണം. കാഷ്യൂ ഒന്ന് ഇച്ചിരി ഒന്ന് അതിൻ്റെ പച്ച ഇതൊക്കെ മാറുന്നത് വരെ മാറണം. അത് ഗ്യാസ് ഓഫ് ചെയ്തു. ഇതിനകത്ത് ഒരു കപ്പ് തേങ്ങാപ്പാൽ കുറച്ച് 1 മിനിറ്റ് ആ തേങ്ങാപ്പാൽ അതിന് ഇത് ഒഴിക്കാം. ശർക്കര പാനി ഒഴിക്കാം. ശർക്കര പാനി ഒഴിച്ചിട്ട് അധികം മധുരം വേണമെന്നവർ നിറച്ചൊഴിക്കുക, ഇല്ലെങ്കിൽ പകുതി കപ്പ് മതിയാവും. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും കഴിക്കാം. ഡയബറ്റിക് പേഷ്യൻസിനും അതിനും എല്ലാവർക്കും കഴിക്കാവുന്ന ഒന്നാണ്. അത് കഴിഞ്ഞ് അതിട്ട് അധികം വേവില്ല. അത് ഓട്സ് നേരത്തെ വെന്തുകൊണ്ട് ശർക്കരപ്പാൽ ഇട്ടും. ഇനി അതിൽ 1 കപ്പ് തേങ്ങാപ്പാലും കൂടെ ഒഴിക്കും.
അതിൻ്റെ ഇപ്പം തന്നെ അതിൻ്റെ കളറും നല്ല മണമുണ്ട്. ഇപ്പം തന്നെ ഇതിൻ്റെ റോസ്റ്റ് ചെയ്തില്ല, നെയ്യൊക്കെ ഇട്ട് ആ ഓട്സ് റോസ്റ്റ് ചെയ്തതിൻ്റെ ശർക്കര പാനി എല്ലാം കൂടെ നല്ല മണമുണ്ട്. അത് കഴിഞ്ഞിട്ട് എടുക്കാറായി. ഒരു 5 മിനിറ്റ് കൂടെ, ഒരു 10 സെക്കൻഡ് കൂടെ ഒന്ന് തിളയ്ക്കാൻ മതി. തിളയ്ക്കുന്ന സമയമാകുമ്പോൾ കാഷ്യും തേങ്ങാക്കൊത്ത് ഏലക്കായ കൂടെ എല്ലാം ഇട്ട് ചേർത്ത് നമ്മുടെ പായസം റെഡി. എത്ര കൂടുതൽ പോയാലും മാക്സിമം ഒരു അരമണിക്കൂർ പോലും വേണ്ട, അല്ല ഒരു 10-20 മിനിറ്റിനുള്ളിൽ വേഗം എന്നാൽ ഹെൽത്തി ആയിട്ട് ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു പായസമാണ് ഓട്സ് പായസം. നമുക്ക് ഗ്ലാസ്സിലൊഴിച്ച് ഇത് ഓട്സ് പായസമാണ്. വളരെ എളുപ്പത്തിലുണ്ടാക്കാവുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ടേസ്റ്റും ഉണ്ട്. അതായത് കഴിക്കാൻ അധികം മധുരമില്ല. പക്ഷെ ഒരു ദിവസം വീട്ടിൽ മധുരമൊന്നും ഇല്ലാത്തപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് മധുരം ഉണ്ടാക്കണം. അപ്പോൾ ഓട്സ് ഉണ്ടായിരുന്നു. ഓട്സ് കൊണ്ട് ഉണ്ടാക്കി പെട്ടെന്നൊരു പായസം ഉണ്ടാക്കി. വളരെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നിങ്ങളും എല്ലാവരും ആരെങ്കിലും വന്നാലും നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ വേഗം എളുപ്പത്തിൽ ചെയ്യാവുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് ഓട്സ് പായസം. എല്ലാവരും ട്രൈ ചെയ്യണം.